ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ള വിഷയം വരുമ്പോൾ അല്പം പ്രയാസം ഉള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. ക്രിസ്തുവിനെ ധരിക്കുക, അതിന് മനസ്സിലാക്കുന്നതിന് വേണ്ടി റിബേക്ക എന്ത് ചെയ്തു എന്ന് ഉൽപ്പത്തി പുസ്തകം 24-ന്റെ 53 വായിച്ചാൽ റിബേക്കയെക്കുറിച്ച്, ഇസ്ഹാക്കിന് വേണ്ടി ഒരുക്കപ്പെട്ട റിബേക്കയെക്കുറിച്ച് നമുക്ക് അല്പം നോക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ന്റെ 53. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കയ്ക്ക് കൊടുത്തു, അവളുടെ സഹോദരനും. ഇവിടെ നാം വായിക്കുന്നത് റിബേക്കായ്ക്ക് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും കൊടുത്തു. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് നാം ചിന്തിക്കുന്നു. അബ്രഹാം ദൈവത്തിന് സദൃശനായി നിൽക്കുന്നു. ഇസ്ഹാക്കിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇസ്ഹാക്ക് യേശുക്രിസ്തുവിന് സദൃശനായി നിൽക്കുന്നു. എലിയാസാർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സദൃശമായി നിൽക്കുന്നു. അബ്രഹാം പിതാവായ ദൈവത്തിനും, ഇസ്ഹാക്ക് യേശുക്രിസ്തുവിനും, എലിയാസാർ പരിശുദ്ധാത്മാവിനും സദൃശമായി നിൽക്കുന്നു. റിബേക്ക എനിക്കും നിങ്ങൾക്കും സദൃശരായി ദൈവത്തിന്റെ മണവാട്ടിയായി നിൽക്കുന്നു. അപ്പോൾ ഇസ്ഹാക്കിനു വേണ്ടി അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് വന്ന എലിയാസർ ആ വിവാഹത്തിന്റെ കാര്യങ്ങളെ ക്രമീകരിച്ചു കഴിഞ്ഞു. ഒടുവിൽ അവൾക്ക് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും അതുപോലെ വസ്ത്രങ്ങളും കൊടുത്തു. വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവാൻ സ്നാനമേറ്റ എല്ലാവരും ഗലാത്യ ലേഖനം 3:27-28 അവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന നാം രക്ഷയുടെ വസ്ത്രമാകുന്ന ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ഇനിയും വെള്ളിയാഭരണവും പൊന്നാഭരണവും എന്ന് പറയുമ്പോഴാണ് കേരളത്തിലുള്ളവർക്ക് അല്പം പ്രയാസം വരുന്നത്. നിങ്ങൾ പ്രയാസം വന്നാലും സത്യം പറയാതിരിപ്പാൻ, ഉപദേശം പറയാതിരിപ്പാൻ കഴിയുകയില്ലല്ലോ. ഉപദേശം പറഞ്ഞേ മതിയാകുള്ളല്ലോ. കാരണം ഇന്ന് വേർപെട്ട ജനങ്ങളുടെ മധ്യത്തിലും ആഭരണങ്ങൾ ധരിക്കുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. അമേരിക്കയിലുള്ളവർ ആഭരണങ്ങൾ ധരിക്കുന്നല്ലോ, അവർക്ക് എത്ര കൃപാവരങ്ങളാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് എന്താണ് പ്രയാസം, എന്താണ് തെറ്റ് എന്ന് അനേകരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവവചനം എന്തു പറയുന്നു എന്ന് നമുക്ക് താഴ്മയോടെ ആ ദൈവവചനത്തിന്റെ ഉപദേശത്തിലേക്ക് വരാം. ഇന്ന് പലരും പഠിപ്പിക്കുന്നുണ്ട് ആഭരണം ധരിക്കേണ്ട എന്നൊരു വേദപുസ്തകത്തിൽ വചനമൊന്നുമില്ല. അതിങ്ങനെ മലയാളികളായവരിങ്ങനെ കൊണ്ടുവന്നതായ ഒരു രീതിയാണ്. അതുകൊണ്ട് ആഭരണം ധരിച്ചുകൊണ്ടൊന്നും കുഴപ്പമൊന്നും ഉണ്ടില്ല എന്നിങ്ങനെ പല വിധത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു, ഉപദേശം എന്താണ് എന്ന് നമുക്ക് അല്പം ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 35:1-5 വരെ വായിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 35:1-5 വരെ, ജെനീസിസ് ചാപ്റ്റർ 35:1-5. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട ബഥേലിൽ ചെന്ന് പാർക്കുക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. നാം പുറപ്പെട്ട ബഥേലിലേക്ക് പോകുക. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവൻ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും ഇരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. ഇവിടെ യാക്കോബിന്റെ കാര്യം നാം വായിക്കുന്നു. അതിന്റെ 35-ാം അധ്യായത്തിന്റെ നേരത്തെ 34-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ യാക്കോബിന്റെ മകളുടെ നിമിത്തമായി സഹോദരന്മാർ ചെന്ന് അവിടെ ചുറ്റുപാടുമുള്ളവരുടെ മധ്യത്തിൽ ബഹളമുണ്ടാക്കി അവരെ പലരെ കൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് യാക്കോബിന് അവിടെ താമസിക്കുവാൻ യാതൊരു നിവൃത്തിയുമില്ലാത്തവരെപ്പോൾ ദൈവത്തിരുസന്നിൽ പ്രാർത്ഥിച്ചപ്പോൾ ബഥേലിലേക്ക് പോകാം, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമായ ബഥേലിലേക്ക് പോകാം. അപ്പോൾ ബഥേലിലേക്ക് പോകണമെങ്കിൽ, കാരണം ഇതിനു മുൻപ് യാക്കോബ് അവിടെ പോയിട്ടുണ്ട്, ആ കാര്യമെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ബഥേലിലേക്ക് പോകണമെങ്കിൽ ശുദ്ധീകരണം കൂടാതെ കഴിയുകയില്ല ദൈവത്തെ ആരാധിക്കുവാനാണ്. അതുകൊണ്ട് യാക്കോബ് ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ യാക്കോബ് പറഞ്ഞു, നിങ്ങളിലുള്ള അന്യദേവതമാരെയെല്ലാം ഏൽപ്പിക്കണം. ആ കാലത്ത്
അവരന്യദേവന്മാരെ പൂജിക്കുന്നവരല്ലായിരുന്നു. ഇന്നാണെങ്കിൽ നമ്മൾക്ക് 100 രൂപ നോട്ട്, 500 രൂപയുടെ നോട്ട്, 1000 നോട്ട്, 10-ന്റേത്, 5-ന്റെയൊക്കെ നോട്ടുകൾ ഡിനോമിനേഷൻ ഉണ്ട്. അന്ന് ആ കാലങ്ങളിൽ ഇതുപോലെ ഇന്റർനാഷണലായി എല്ലായിടത്തും വില പോകുന്നതായ നോട്ടുകളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് ഓരോ ദേവന്മാരുടെ രൂപത്തിൽ വെള്ളിയെയും പൊന്നിനെയും അവരുണ്ടാക്കി വെച്ചിരുന്നു. നമ്മൾ ഓർപ്പിക്കാനായി ഇപ്പം കാളിദേവിയുടെ രൂപത്തിൽ ഒരു രൂപ ഉണ്ടെങ്കിൽ അതിന്റെ വില ഇത്ര, അതുപോലെ ശിവന്റെ രൂപത്തിലുണ്ടെങ്കിൽ ഇത്ര. അപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ധനം, വെള്ളിയും പൊന്നും മുഴുവനും ഈ ദേവന്മാരുടെ രൂപത്തിലായിരുന്നു. അതുകൊണ്ട് മാത്രമേ അവർക്ക് ക്രയവിക്രയം ചെയ്യാൻ കഴിയുള്ളായിരുന്നു. ഇത് ഹിസ്റ്റോറിക്കലായിട്ട് ഞാൻ വളരെ അന്വേഷിച്ചിട്ട് നിങ്ങളോട് പറയുന്നതാണ്, അല്ലാതെ ഒരു കഥ പറയുകയല്ല. അന്ന് അങ്ങനെ ചെയ്തു. എന്നിട്ടും അങ്ങനെ ഇരുന്നിട്ടും അവരുടെ ധനം മുഴുവനും ഈ വെള്ളിയും പൊന്നും ആയിരുന്നിട്ടും ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിന് വേണ്ടി അതെല്ലാം യാക്കോബിനെ ഏൽപ്പിച്ചു. അതോടുകൂടെ കാതുകളുടെ കുണുക്ക്, ഈ കാതുകളുടെ കുണുക്ക് വന്നത് എങ്ങനെയാണ്, ഇന്ത്യയിൽ ഇതെങ്ങനെ വന്നത് എന്നുള്ളത് ഞാൻ ഇതിന്റെ റിസർച്ച് വളരെ കഷ്ടപ്പെട്ട് നടത്തി. ഇത് എവിടുന്ന് ആരംഭിച്ചു, എങ്ങനെ വന്നു, അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ആരെങ്കിലും ഒരാൾ അവരുടെ ദേവതയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ ഓർമ്മയ്ക്കായി പോയി കാതിൽ ഒരു കിഴുത്തയിടുമായിരുന്നു. നാം പുറപ്പാട് പുസ്തകത്തിൽ എബ്രായ ദാസന്മാര് വേണ്ടി അവരെ എന്ത് ചെയ്യുമായിരുന്നു, വാതിലിന്റെ അടുക്കൽ പോയി കാതിന് കിഴുത്തിയിടുമായിരുന്നു. അത് വേറൊരു സംഭവം. എന്നാൽ ജാതികളായിരുന്നവർ തങ്ങളുടെ ദേവന് വേണ്ടി സമർപ്പിക്കുവാൻ ഇന്നും രാജസ്ഥാനിൽ വന്നാൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. രാജസ്ഥാനിൽ വന്നാൽ അവരുടെ കൈകളിൽ വളകളിടും. അത് ഓരോ ദേവതയ്ക്ക് ചെന്നിട്ട് ഓരോന്നോരോന്നോ പേരിൽ ഇവിടെ മുതൽ ഇവിടെ വരെ വളകൾ ഇട്ടവരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കാലിന്റെ മുട്ടു മുതൽ താഴെ വരെ വെള്ളി കൊണ്ടോ ചെമ്പുകൊണ്ടോ വളകളെ ഇട്ടുവാൻ കഴിയും. അപ്പോൾ ഈ കാതുകളിൽ ഒരു കിഴുത്തയിടുന്നത് ആ കാലങ്ങളിൽ ഒരു കാതുകൾ തുളച്ചിട്ട് അവിടെ എന്തെങ്കിലും ഒരു തടിയുടെ കഷണമോ എന്തെങ്കിലും വെക്കുമായിരുന്നു. കാരണം ആ സുഷിരം മറയരുത്. അത് സിസ്റ്റമായിട്ട് വന്ന് അത് അവിടെ പ്ലാസ്റ്റിക്കോ പിന്നെ ചെമ്പോ വെള്ളിയോ അല്ലെങ്കിൽ സ്വർണമോ ആയി മാറി. അപ്പോൾ കാതിലെ കുണുക്ക് പറയുന്നത് എന്താണ്? അത് മറ്റുള്ളവരോട് പറയുന്നത്, ഞാൻ ഏതോ ദേവതയ്ക്ക് അടിമയാണ്. ഇന്ന് കാതിൽ കുടുക്കെടുത്തവരാരും ദേവതയുടെ അടുക്കൽ പോകുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല. സ്റ്റൈലിന് വേണ്ടി മറ്റുള്ളവർ ഇടുന്നത് പോലെ ഞാനും ഇടുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ശരീരമായി കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കാൻ നാം ഒരുങ്ങിയിരിക്കുമ്പോൾ അശുദ്ധമായതൊന്നും തൊടരുത്, അവരിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ എന്ന് ദൈവം കൽപ്പിച്ചു. വായിച്ചാൽ 2 കൊരിന്ത്യർ 6:14 മുതൽ വായിച്ചാൽ 2 കൊരിന്ത്യർ 6:14 മുതൽ 2 കൊരിന്ത്യർ 6:14 മുതൽ നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുതെന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അശുദ്ധമായത്. അപ്പോൾ ക്രിസ്തുവിനെ ധരിക്കുവാനായി ഒരു ദൈവം. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് പഠിപ്പിച്ചാൽ ഞങ്ങളുടെ സഭയിലുള്ള വിശ്വാസികളെല്ലാം പിന്മാറിപ്പോവും. സഹോദര, കാലം തീരാറായി. ഇപ്പൊ പിന്മാറിയില്ലെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ അവർ പിന്മാറാൻ പോവുകയാണ്. അവർ മേലോട്ട് വരാൻ പോകുന്നില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ അവർ യഥാസ്ഥാനപ്പെട്ട് സത്യത്തിനനുസരിച്ചെന്ന് വന്നേക്കാം. ഇവിടെ പറയുന്നത്, ദൈവം പറയുന്നത് അശുദ്ധമായതൊന്നും തൊടരുത്. അതുകൊണ്ട് യാക്കോബ് ദൈവം പറഞ്ഞിട്ടല്ല, അവന്റെ ഹൃദയത്തിൽ ശുദ്ധീകരണം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ വെള്ളിയും പൊന്നിന്റെ എല്ലാ ദേവതമാരെയും ഇട്ട് കഴിഞ്ഞിട്ട് കാതിലെ കുണുക്കുകളും എന്തു ചെയ്തു? ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. അതിന്റെ 35-ന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചാൽ, 35-ന്റെ 5-ാം വാക്യം, ഉൽപ്പത്തി 35-ന്റെ 5-ാം വാക്യം. അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. 35-ന്റെ
അവൻ യാത്ര പുറപ്പെട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. അവരിങ്ങനെ പൂർണ്ണമായി വേർപാട് ആചരിച്ചപ്പോൾ ദൈവത്തിന്റെ ഭയം ചുറ്റുപാടുള്ള പട്ടണങ്ങളിന്മേൽ വന്നു. അതുകൊണ്ട് അവർ യാക്കോബിന്റെ മക്കളെ പിന്തുടർന്നില്ല. ഇന്ന് പൂർണ്ണമായി വേർപാട് പാലിക്കാതെ പല ദൈവമക്കൾ സ്നാനപ്പെട്ട് രഹസ്യമായി സ്നാനപ്പെട്ട് ഇങ്ങനെ മുൻപോട്ടൊക്കെ പോകുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും സാത്താൻ പിടിച്ച് അവരെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിടയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയാണ്. സാത്താന്റെ സൈന്യം അവരെ പിന്തുടരുകയാണ്. അതുകൊണ്ട് എന്തു ചെയ്യണം? കാതിലെ പൂവുകളും ആഭരണങ്ങളും എല്ലാം എടുത്തു മാറ്റിയെങ്കിൽ മാത്രമേ. ഇനിയും അതിന്റെ പുറപ്പാട് പുസ്തകം 33:3 മുതൽ 6 വരെ വായിച്ചാണ്. പുറപ്പാട് പുസ്തകം 33:3 മുതൽ 6 വരെ. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായി ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷ നേരം നിങ്ങളുടെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളയുക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയുക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. ചില കർത്താവിന്റെ ദാസന്മാര് പറയുന്നത് വചനത്തിലൊന്നും തെളിവില്ല. ഇവിടെ യഹോവയായ ദൈവം കനാൻ ദേശത്തേക്ക് പോകുന്ന ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നീ നിങ്ങളുടെ ആഭരണം നീക്കിക്കളക. നിങ്ങളുടെ വേദോസ്തത്തിലുണ്ടോന്ന് നോക്കിക്കാതെ. നിന്റെ ആഭരണം നീക്കിക്കളക എന്ന് വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നടക്കണമെങ്കിൽ ദുശാഠ്യമായ ജനമേ നിങ്ങളുടെ ആഭരണത്തെ നീക്കിക്കളക എന്ന് അവിടെ പറയുന്നു. ഇവിടെ നാം വായിക്കുന്നു, റിബേക്കായ്ക്ക് വെള്ളിയാഭരണം കൊടുത്തു. ദൈവമക്കൾക്ക് വെള്ളിയാഭരണമുണ്ട്. അതെന്താണ്? 1 പത്രോസ് 1:18-19 വായിച്ചാൽ വെള്ളിയാഭരണം. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരുന്നവർക്ക് വെള്ളിയാഭരണമുണ്ട്. വായിച്ചാൽ 1 പത്രോസ് 1:18-19. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങളെ വീണ്ടെടുത്തത് വെള്ളി കൊണ്ടല്ല. അതിനൊരു കാരണമുണ്ട്. പുറപ്പാട് പുസ്തകം 30-ാം 11 മുതൽ 15 വരെ വായിച്ചാൽ പത്രോസ് അങ്ങനെ പറയുവാനൊരു കാരണമുണ്ട്. പുറപ്പാട് പുസ്തകം 30:11 മുതൽ 15 വരെ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്നാൽ ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധയുണ്ടാകാതിരിക്കുവാൻ അവരിൽ ഓരോരുത്തൻ താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. ശേക്കൽ എന്നത് 20 ഗേര. ആ 1/2 ശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിനു മീതെയുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുവാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കലിൽ അധികം കൊടുക്കരുത്, ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത്. ഇവിടെ ഇസ്രായേൽ മക്കളെ എണ്ണുമ്പോൾ അവരുടെ വീണ്ടെടുപ്പ് വിലയായിട്ട് 1/2 ശേക്കൽ, അത് വെള്ളിയാണ്. ആ ശേക്കൽ എന്ന് പറയുന്നത് അത് നമ്മൾ ഇസ്രായേൽ മക്കളുടെ കാര്യങ്ങൾ വായിക്കുമ്പോൾ അന്നത്തെ തൂക്കിന്റെ കാര്യം 1/2 ശേക്കൽ വെള്ളിയാണ് അന്നത്തെ നാണയം. ആ വെള്ളി 1/2 ശേക്കൽ ഓരോരുത്തരും കൊടുക്കണം. ധനവാൻ കൂടുതൽ കൊടുക്കാൻ പാടില്ല, ദരിദ്രൻ കുറച്ചു കൊടുക്കാൻ പാടില്ല. ആ സംഭവത്തെ, ആ കാര്യത്തെ എടുത്തുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങളെ വീണ്ടെടുത്തത്, നിങ്ങളുടെ വീണ്ടെടുപ്പിന്റെ വില വെള്ളിയും പൊന്നുമല്ല, കർത്താവായ യേശുവിന്റെ വിലയേറിയ രക്തമാണ്. അതുകൊണ്ട് പ്രിയ ദൈവജനങ്ങളെ, രക്ഷിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ധാരാളം വെള്ളിയാഭരണമുണ്ട്. അത് യേശുവിന്റെ രക്തമാകുന്ന വെള്ളിയാഭരണം. യഥാർത്ഥ വെള്ളി വേണമെങ്കിൽ ഈ ലോകത്തിന്റെ വെള്ളിയെ നാം എടുത്തു മാറ്റിയേ സാധിക്കുകയുള്ളൂ. ഞാൻ ഒരു ചെറിയ സംഭവം, എന്റെ ജീവിതത്തിൽ അനേക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരു സംഭവം പറയാം. ജമ്മു കാശ്മീരിൽ റിയാസി എന്ന് പറയുന്ന സ്ഥലത്ത്
ഉദംപൂർ അവിടെ ഒരു വലിയ ചെറിയ പട്ടണമാണ്. അവിടെ സുവിശേഷ വേലയ്ക്കായിട്ട് പോയി. ഞാൻ അവിടെ ഒരു ചെറിയ വാടക വീട്ടിലെടുത്ത് താമസിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ കോളനിയിൽ കൂടെ ഞാൻ വേറൊരു ഭാഗത്തേക്ക് പോകുകയായിരുന്നു. അവിടെ മുസ്ലിം കോളനി, ഞാൻ താമസിക്കുന്നത് ഏകദേശം 2-3 കിലോമീറ്റർ ദൂരെയുണ്ട്. അവിടെ ഞാൻ മുസ്ലിം കോളനിയിൽ കൂടെ വന്ന് അതിൽ കൂടെ വേടത്ത് പോകുമ്പോൾ ഒരു വീടിന്റെ മുറ്റത്ത് വലിയ കരച്ചിൽ കണ്ടു. 10-50 പേരവിടെ നിൽക്കുന്നു. ഉടനെ ഞാൻ ആ കോമ്പൗണ്ടിനകത്ത് കയറി നോക്കിയപ്പോൾ ഒരു സ്ത്രീയെ കട്ടിലേൽ കിടത്തിക്കാൻ 29-30 വയസ്സുള്ള ഒരു സ്ത്രീയെ അവരുടെ വായിൽ കൂടി ഇങ്ങനെ രക്തം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്? പറഞ്ഞു ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇപ്പോൾ മരിച്ചു പോകും, അതിന് മരിക്കുന്നതിന് മുൻപേ ഡോക്ടർ പറഞ്ഞു കൊണ്ട് ഇനി ഒരു വിധത്തിലും രക്ഷയില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അവരുടെ ഭർത്താവ് ഇടുന്ന് കരയുന്നു, 2-3 മക്കളുണ്ട്, 10-50 പേര് എല്ലാം കൂടെ അവരുടെ വീടിന്റെ മുറ്റത്ത് വെച്ചിരിക്കുക. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഈ സ്ത്രീക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ? ഉടനെ അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. 2-3 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ആ രക്തം ഒഴുകുന്നത് നിന്നു. പിന്നെ ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ആ സഹോദരി കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്നു. കർത്താവ് അവൾക്ക് സൗഖ്യം കൊടുത്തു. ഉടനെ ആ മുസ്ലിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. ആ ചായ ഉണ്ടാക്കിയിട്ട് ആ സൗഖ്യമായ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു എനിക്ക് തരാനായിട്ട്. ഞാൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ചു. കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് പോന്നു. ഞാൻ യേശുവിനെ കുറിച്ചൊന്നും പ്രസംഗിച്ചില്ല. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഞാൻ അതുവഴി വേറൊരു വഴിക്ക് പോകാനായിട്ട് അതുവഴി വരികയാണ്. വന്നപ്പോൾ അവരുടെ വീടിന് അടുത്ത് ഒരു 500-600 ഗജത്തിന് മുൻപേ ആ വീട്ടുടമസ്ഥനായ മുസ്ലിം ഓടി വന്ന് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വരരുത്. ഞാൻ പറഞ്ഞു, സഹോദര, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയല്ല, നിങ്ങളുടെ അതിലെയാണ് വഴി, അത് ഞാൻ മറ്റൊരു പോവുകയാണ്. ഞാൻ പറഞ്ഞു, എന്നാലും എന്താ വരരുത് എന്ന് പറഞ്ഞ് കാശ്മീരിൽ നിന്ന് അവര് 3 വലിയ മന്ത്രവാദികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവര് 3 കറുത്ത കോഴിയെയും 3 കറുത്ത പൂച്ചയെയും അവര് മന്ത്രം ചെയ്ത് കൊന്നുവെച്ചിരിക്കുകയാണ്. നിന്നെ രക്തം ഛർദ്ദിപ്പിച്ച് കൊല്ലും, അതിനുവേണ്ടിയാണ്. അപ്പോൾ അവരുടെ വീടെന്ന് പറയുന്നത് കോമൺ ഭിത്തി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഇവർ താമസിക്കുന്നു, ഈ ഭിത്തിയുടെ അങ്ങേ ഭാഗത്ത് മറ്റൊരു താമസിക്കും. ഇവരെല്ലാം ബന്ധുക്കളാണ്. ഇവര് ഈ ഇതിന്റെ മുറ്റത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ മറ്റേ ഭാഗത്ത് മറ്റവർ താമസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട. അപ്പൊ അവർ മന്ത്രക്കാർ പറഞ്ഞു, കണ്ടോ നമ്മുടെ മന്ത്രത്തിന് ഇത്ര ശക്തിയുണ്ട്. അവൻ 2.5-3 കിലോമീറ്റർ നടന്ന് ഇവിടെ വന്ന് ചാകാൻ പോകുകയാണ്. അവൻ പറഞ്ഞെന്താണ്, നമ്മുടെ മുൻപിൽ ഇവൻ വന്ന് രക്തം ഛർദ്ദിച്ച് ചാകും എന്ന് പറഞ്ഞ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വരുന്നത് കണ്ടിട്ട് അതുകൊണ്ടാണ് ഈ വീട്ടിലൂടെ ഓടി വന്ന് പറഞ്ഞത് വരരുത്. അവർ പൂർണ്ണമായി വിശ്വസിച്ചു. അവരുടെ മന്ത്രത്തിന്റെ ശക്തി കൊണ്ടാണ് ഞാൻ വന്ന് അവരുടെ. അപ്പോൾ ഞാൻ ആ വീടിന്റെ അകത്തോട്ട് കയറി. അപ്പുറത്താണ് മന്ത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, അവരോട് ക്ഷമിക്കണമേ, യേശുവിന്റെ രക്തം ജയം. ഉറച്ചല്ല, യേശുവിന്റെ രക്തം ജയം. കർത്താവെ, അവരോട് ക്ഷമിക്കണമേ. ഇങ്ങനെ അങ്ങനെ ആ മുറിയിൽ ഇങ്ങനെ നടന്ന് ഇതിരുന്നപ്പോൾ അപ്പുറത്തും കേൾക്കാൻ ചത്തുപോകുന്നേ മർറാഹ എന്ന് നോക്കിയപ്പോൾ ഉടനെ 3 മന്ത്രവാദികളും മയങ്ങി താഴെ വീണ് അവരുടെ വായിന്ന് രക്തം വരികയാണ്. അവരെ എടുത്തുകൊണ്ട് എന്റെ അടുക്ക കൊണ്ടുവന്നു, ആ മുറ്റത്ത് കൊണ്ടിട്ടു. അവരെല്ലാരും കൂടെ പറഞ്ഞു, ഇവരെ രക്ഷിക്കണമേ എന്ന്. എന്നെ കൊല്ലാനായി മന്ത്രം ചെയ്ത 3 മന്ത്രവാദികളും അവിടെ കിടക്കാൻ. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള വൃത്തിയുടെ കാര്യം നിങ്ങൾ ചെയ്യുമോ? ഇല്ല, ഇങ്ങനെ ഞങ്ങൾ ചെയ്യുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവിനോട് ക്ഷമ, എഴുന്നേറ്റ് പോയിക്കോളാൻ പറഞ്ഞു. അവർ രക്തമൊക്കെ തുടച്ച് എഴുന്നേറ്റ് പോയി. എനിക്ക് എന്താ മന്ത്രം ഭവിക്കാഞ്ഞത്? ശരിയായ വെള്ളി ആഭരണം എന്റെ കയ്യിലുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തമാകുന്ന വെള്ളിയാഭരണം ഞാൻ ധരിച്ചിരിക്കുന്നത് കൊണ്ട് എത്ര മന്ത്രം ചെയ്താലും എനിക്ക് ഭവിക്കുകയില്ല. എനിക്കെതിരായി എത്ര മന്ത്രവാദികൾ മന്ത്രം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ ജമ്മു കാശ്മീരിലാണെങ്കിൽ നടന്നു പോകുന്ന വഴി കാലിന്റെ കീഴിൽ നിന്ന് മണ്ണെടുത്താൽ അതുകൊണ്ട് മന്ത്രം ചെയ്താൽ പ്രാന്തനാകും. എന്റെ എത്ര പ്രാവശ്യം എടുത്തിട്ടുണ്ട്. എന്നോട് പലരും പറഞ്ഞു, നിങ്ങളുടെ കാലിന്റെ കീഴിൽ നിന്ന് മണ്ണെടുക്കുന്നുണ്ട്. ഞാൻ ചിലടത്ത് അവരതിനുവേണ്ടി നിൽക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് കുറച്ചു നേരം നിൽക്കും. കാരണം അവർക്കൊക്കെ എന്റെ കാലിന്റെ അടയാളം നല്ലപോലെ കിട്ടിയിട്ട് അവർ മണ്ണെടുത്തോട്ടെ. എനിക്കൊരിക്കലും ഒന്നും ഭവിച്ചിട്ടില്ല. എന്റെ മിടുക്കല്ല, വെള്ളിയാഭരണം. നിങ്ങൾക്കറിയാം, ജമ്മുവിൽ എത്ര പ്രാവശ്യം ഈ പായസത്തിനകത്ത് ഒരു വിഷം കലർത്തി തന്നിട്ടുണ്ട്, പാലിനകത്ത് വിഷം കലർത്തി തന്നിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞു, ഇവൻ എത്ര വിഷം കൊടുത്താൽ ഇവൻ ചാകുന്നവനല്ല. എത്ര പ്രാവശ്യം, 1 അല്ല 2 അല്ല, എത്ര പ്രാവശ്യം സ്തോത്രം ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യഥാർത്ഥ വെള്ളി എന്ന് പറയുന്നത് യേശുവിന്റെ രക്തമാണ്. ആ യേശുവിന്റെ രക്തമാകുന്ന വെള്ളി വേണമെങ്കിൽ ഈ ലോകത്തിന്റെ വെള്ളിയാഭരണം എടുത്തു മാറ്റി, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നടക്കുകയില്ല. നിനക്ക് ഈ ലോകത്തിന്റെ വെള്ളി വേണമെങ്കിൽ ഈ സ്വർഗത്തിലെ യേശുവിന്റെ രക്തമാകുന്ന വെള്ളി വേണ്ടില്ല. നാം നോക്കുമ്പോൾ റിബേക്ക വെള്ളിയാഭരണം ധരിച്ചുകൊണ്ട് പോകുകയാണ്.
ദുഷ്ടനായ സാത്താൻ അവന്റെ അടുക്കൽ അടുത്തു വരുവാൻ യാതൊരു കഴിവുമില്ല. ഹല്ലേലൂയ. ആകയാൽ യഥാർത്ഥ വെള്ളിയാഭരണമാകുന്ന യേശുവിന്റെ രക്തം വേണമെങ്കിൽ ഈ പുറമേ ഉള്ള വെള്ളി എടുത്തു മാറ്റണം. ഇനി പൊന്നാഭരണം എന്താണ്? 1 പത്രോസ് 1:7 മുതൽ 9 വരെ വായിച്ചാൽ. 1 പത്രോസ് 1:7 മുതൽ 9 വരെ. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അപ്പോൾ നമ്മുടെ പൊന്നാഭരണം എന്ന് പറഞ്ഞാൽ പരിശോധിപ്പിക്കപ്പെട്ട വിശ്വാസം. നമുക്കൊത്തിരി വിശ്വാസമുണ്ട്, പക്ഷെ അതൊന്നും ശരിയായതല്ല. ശരിയായ പൊന്നെന്ന് പറയുന്നത് എന്താണ്? പരിശോധിക്കപ്പെട്ട വിശ്വാസം. കഷ്ടങ്ങളിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ പരിശോധിപ്പിക്കപ്പെട്ടതായ വിശ്വാസമാണ്. നമ്മെ എവിടെയാണ് കർത്താവ് ഇരുത്തിയിരിക്കുന്നത്? എഫേസ്യ ലേഖനം 2:6-7 വായിച്ചാൽ. എഫേസ്യ ലേഖനം 2:6-7. എഫേസ്യ ലേഖനം 2:6-7. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തദാനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ നമ്മളെ ഇരുത്തുവെന്നാണോ അതോ ഇരുത്തുകയും ചെയ്തിരിക്കുന്നെന്നാണോ പറഞ്ഞാൽ? വാസ്തവമായി നാം രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ രാജ്യത്തിലായി തീർന്നപ്പോൾ നമ്മെ ആത്മീകമായി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നാം ആത്മീകമായി സ്വർഗത്തിൽ, അതുകൊണ്ടാണ് നാം നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ നാം ഇന്ന് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ്. അപ്പൊ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവര് എങ്ങനെയാ? പുതിയ യെരൂശലേമിന്റെ ആ തെരുവുകളെ കുറിച്ച് നോക്കിക്കാട്ട് പുതിയ വെളിപ്പാട് പുസ്തകം 21:21 വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 21:21. 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരവും ഓരോ മുത്ത് കൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവും ആയിരുന്നു. നഗരത്തിന്റെ വീതി എന്ന് പറഞ്ഞാൽ റോഡ് സ്വച്ഛ സ്ഫടിക തങ്കം, സ്വർണം, പ്യുവർ സ്വർണം. അപ്പോൾ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന വിശുദ്ധന്മാർ നടക്കുന്നത് ഏതിലാ? സ്വർണത്തിന്മേലുണ്ടാക്കിയ. ഇന്ന് ഈ ലോകത്തിൽ രാജാക്കന്മാർ പോലും സ്വർണ്ണ തെരുവിൽ നടന്നിട്ടില്ല. എന്റെ ഭാര്യ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോ എന്റെ ഭാര്യ, ഇവിടുത്തെ നിങ്ങളുടെ റോഡ് ഈ കോൾത്താർ, അതിന് മലയാളത്തിൽ എന്താ പറയുന്നത്? കോൾത്താർ എന്നല്ലേ? താർക്കോൾ, കറുത്ത, അതിനെന്താ പറയുന്നത്? താറെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. ഞാൻ എൻ്റെ ഭാര്യയെ വളരെ സ്നേഹിക്കും. ഞാൻ ആ താർക്കോൾ കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് നല്ല കാതിൽ 2 പൂവും, അതിന് കഴുത്തിലൊരു നല്ല മാലയും ഇട്ട്, കയ്യിൽ 2 നല്ല 3-4 വളയും ഇട്ടുകൊണ്ട് ഇങ്ങനെ എൻ്റെ കയ്യെ പിടിച്ച്, കണ്ടോ എൻ്റെ ഭാര്യയെ ഞാൻ എത്ര സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇവിടോട്ട് വന്നാൽ നിങ്ങൾ പറയും, പാസ്റ്റർ നിങ്ങളുടെ തലക്കിറുക്ക, ഞങ്ങളുടെ രാജ്യത്ത് ഇതെല്ലാം നടക്കുന്നത്, ഇതാരും കയ്യിലും ശരീരത്തൊന്നും ധരിക്കുന്നതല്ല, ഇതിൽ ഞങ്ങൾ നടക്കുന്നതാണ് എന്ന് പറയാം. അതുപോലെ സ്വർഗസിയോനിൽ നടക്കുന്നവർ ഈ പൊന്നൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾ പറയും, സഹോദര സഹോദരി, ഇത് തറയിൽ കിടക്കേണ്ട സാധനങ്ങളാ, ഇത് റോഡാ, ഇതിൽ നടക്കുന്നത്, ഇത് കാതിലും കഴുത്തിലും ഇടാനുള്ളതല്ല. ഉന്നത വിളി ലഭിച്ചവര് അവര് പറയും, ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഇതെനിക്ക് തോന്നുന്നത് പോലെ ഇല്ല. 1 കൊരിന്ത്യർ 6:19-20 കൂടെ വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 6:19-20 കൂടെ വായിച്ചാട്ട്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീ. ചിലർ പറഞ്ഞ് ആത്മാവിനെ കൊണ്ട്, സഹോദര സഹോദരി, നിന്റെ ശരീരവും വേണം, കാരണം നിന്റെ ശരീരത്തിലാണ് പരിശുദ്ധാത്മാവ് വസിക്കേണ്ടത്. അതുകൊണ്ട് ശരീരത്തെ സമർപ്പിക്കണം. റോമാലേഖനം 12:1-2 വായിച്ചാട്ട്. റോമാലേഖനം 12:1-2. റോമർ 12:1-2.
സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ശരീരങ്ങളെ അർപ്പിക്കുന്നത്? 2 കൊരിന്ത്യർ 4:7 വായിച്ചാൽ, 2 കൊരിന്ത്യർ 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. ഈ അത്യന്ത ശക്തി നിങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന്. ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഹല്ലേലൂയ. നമ്മുടെ ഈ മൺപാത്രത്തിൽ പരിശുദ്ധാത്മാവാകുന്ന വലിയ നിക്ഷേപം വയ്ക്കണം. ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ മതി. പ്രിയമുള്ളവർ, ഇവിടെ പറയുന്നത് നമ്മളുടെ ആഭരണം എന്താണ്? ഇവിടെ എഴുതിക്കുന്നത് നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. ഈ തലമുടി പിന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരിമാർ ചെറുകെ ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ തല പിന്നി വയ്ക്കുന്നത് അതല്ല. നിങ്ങൾ ലഡാക്കിലോ അല്ലെ മധ്യപൂർവ്വ ദേശത്തിലോ പോയാൽ അവർ തലമുടി പിന്നും. ഇങ്ങനെ പിന്നുന്നതിന് 3-4 മണിക്കൂർ എടുത്ത് അതിനകത്ത് ഗോൾഡ് ഒക്കെ ചേർത്ത് ലഡാക്ക് ഭാഗത്ത് ഞാനങ്ങ് കണ്ടിട്ടുണ്ട്. അവരങ്ങനെ ഒരു പ്രാവശ്യം തലമുടി പിന്നിയാൽ പിന്നെ അവര് ആഴ്ചയിൽ ഒന്നേ ഒരു തല കഴുകത്തുള്ളൂ. അതിങ്ങനെ പിന്നിയിട്ടാൽ മൂർഖൻ പാമ്പിങ്ങനെ നിൽക്കുന്ന പോലെ ഇരിക്കും പുറകെ വെച്ച് നോക്കിയാൽ. അതാണ് തലമുടി പിന്നുന്ന. അതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കേരളത്തിലോ ഇവിടെങ്ങും ആരും തലമുടി പിന്നുന്നില്ല. ഇങ്ങനെ ചെറുതായിട്ട് പിന്നി വെച്ചാൽ അതല്ല, അതിനെക്കുറിച്ചല്ല. ആ തലമുടി പിന്നി വളരെ ഷോക്കായിട്ട് അതവിടെ പറഞ്ഞു. നമ്മുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നത് ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയാകുന്ന അലങ്കാരം, സാവധാനതയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. അത് ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നത്. ഇന്ന് സഹോദരിമാരോട് ഞാൻ അല്പം പറയുന്ന സഹോദരിമാർ ക്ഷമിക്കണം. നമ്മൾ നല്ലപോലെ പൊന്നൊക്കെ അണിഞ്ഞ് നല്ല ഇതിലിരിക്കുക, ഭർത്താവ് 1 പറയുമ്പോൾ 2 പറയുകയാണെങ്കിൽ ദേഷ്യം വന്ന് ചെവിക്കുറ്റിക്ക് അടിയേ കിട്ടത്തുള്ളൂ. എന്നാൽ ഭർത്താവ് എത്ര കോപിച്ചാലും സൗമ്യതയോടെ ഭർത്താവ് ഒന്ന് അടിച്ചാലും സാരമില്ല, എന്റെ ഭർത്താവാണല്ലോ അടിച്ചത് എന്ന് പറഞ്ഞ് സൗമ്യതയോടിരിക്കുന്ന ആ അലങ്കാരമാണ് സഹോദരിമാർക്ക് ആവശ്യമായിരിക്കുന്നത്. അല്ലാതെ പൊന്നണിഞ്ഞ് സുന്ദരിയായി ഒന്ന് കാണിച്ചതുകൊണ്ട് കാര്യം നടക്കയില്ല. അങ്ങനെ എത്ര കഥകൾ ഞങ്ങളുടെ വടക്കേന്ത്യയിൽ നിങ്ങൾക്ക് കേൾപ്പാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വസ്ത്രം പൊന്നണിയുന്നതല്ല. ഇവിടെ എഴുതിയിരിക്കുന്നതാണ് സൗമ്യതയും സാവധാനമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. സ്തോത്രം. നമ്മൾ ചിലർ പറയും ഈ മിന്നുമാലയൊക്കെ പറിച്ചു കളഞ്ഞാൽ പ്രയാസമാണല്ലോ, ഈ മോതിരമൊക്കെ. പിന്നെ വിവാഹം എങ്ങനെയാ? നമ്മുടെ വിവാഹത്തിന്റെ കാര്യം ഈ മിന്നുമാലയുടെയും കയ്യിലിടുന്ന മോതിരത്തിനുമല്ല. മലാക്കിയുടെ പുസ്തകം 2:14 വായിച്ചാൽ, മലാക്കിയുടെ പുസ്തകം 2:14 വിവാഹത്തിന്റെ ശക്തി ഈ പൊന്നിലാണോ മിന്നുമാലയിലാണോ അതേ മോതിരത്തിലാണോ? എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ. നമ്മുടെ വിവാഹത്തിന് സാക്ഷിയായി നിൽക്കുന്നത് ശക്തനായ വലിയവനായ ദൈവമാണ്. പിന്നെ മർക്കോസ് 10:7 മുതൽ 9 വരെ വായിച്ചാൽ, മർക്കോസ് 10:7 മുതൽ 9 വരെ. 10:7 മുതൽ 9 വരെ. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും.
അങ്ങനെ അവർ പിന്നെ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ, മിന്നുമാലയുടെ ശക്തിയിലല്ല നമ്മുടെ വിവാഹം നിലനിൽക്കുന്നത്. കയ്യേലിടുന്ന മോതിരത്തേലല്ല. നിങ്ങൾ വടക്കേന്ത്യയിൽ വന്നാൽ കേരളത്തിലുണ്ടോ എന്ന് അറിയാൻ, ഞങ്ങളുടെ ചിലരുടെ 4 വിരളിലും മോതിരം കാണും, 2 കയ്യിലും 4 8 മോതിരം ഇട്ട് നടക്കുക. കാരണം ഓരോ മന്ത്രം ചെയ്ത് ഓരോന്നോരോന്ന് അധികാരം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് 4 മോതിരമേ അല്ലെ 8 മോതിരമുള്ളൂ. എന്റെ കൈ മുഴുവനും മോതിരം കൊണ്ട് നിറഞ്ഞതാണ്. ഈ മോതിരം എന്ന് പറയുന്ന അധികാരത്തെ കാണിക്കുന്നതാണ്. മുടിയനായ പുത്രന് വേണ്ടി എന്താ പറയുന്നത്? അപ്പൻ പറയുന്നത് അവന് മോതിരം അണിയിക്കുക. എന്താണ്? അപ്പന്റെ വസ്തുക്കളുടെ എല്ലാം അവകാശം. സ്വർഗത്തിലെ എന്റെ കൈകൾ നോക്കിയാൽ സാത്താനോട് ചോദിച്ചാൽ പറയും, ഈ ശരീരം മുഴുവനും വെള്ളിയുമുണ്ട്, കൈയിൽ മുഴുവനും മോതിരവുമുണ്ട്. അധികാരത്തിന്റെ മോതിരമാണ്. കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ അധികാരത്തിന്റെ നമ്മുടെ വിരലെടുക്കുമ്പോഴേ അവൻ പറയും, ഇത് അധികാരമുള്ള മോതിരം ധരിച്ചിരിക്കുന്നതാണ്. ആത്മാവിനാൽ ധരിക്കപ്പെടുന്നതായ ആ നല്ല മോതിരവും. അതുപോലെ ഈ മിന്നുമാലയല്ല, ദൈവം ഞങ്ങളെ യോജിപ്പിച്ചതാണ്. ഞാൻ ഒരു സംഭവം പറയട്ടെ. തിരുവല്ലായിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അന്ന് ഞാൻ സ്നാനത്ത് അവിടെ ആയിരക്കണക്കിന് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഞാൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്റ്റേജിന്റെ മുമ്പിൽ ഒരു സഹോദരി, അവരുടെ കഴുത്തിൽ ഒത്തിരി മാലയും ഇതെല്ലാം ഉണ്ടായിരുന്നു, കാതില്. അതെല്ലാം കൂടെ അവർ ഊരുന്നത് ഞാൻ കണ്ടു. ഊരിങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് സ്നാനപ്പെടാനായി സമർപ്പിക്കാതെ ആ സൗകര്യം എടുത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പൊന്നെല്ലാം തരും. ഞാൻ പറഞ്ഞു, സഹോദരി, ഞാൻ നിങ്ങളുടെ പൊന്നു മേടിക്കാൻ വന്നതല്ല. നിങ്ങൾ ഊരിയെങ്കിൽ നിങ്ങളുടെ ബാഗിൽ വെച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ഭർത്താവിന് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ആ സഹോദരി അന്ന് 10-40 പേര് സ്നാനപ്പെട്ടു കൊടുത്ത് സഹോദരി സ്നാനപ്പെട്ടു. പിറ്റേ ദിവസം സ്നാനപ്പെട്ടു. അപ്പോൾ അവളുടെ അമ്മായിയമ്മയും അമ്മായിയപ്പനും അവർ യാക്കോബ ഓർത്തഡോക്സ് കുടുംബത്തിൽപ്പെട്ടവരാണ്, വലിയ ധനിയരാണ്. അവിടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും തന്റെ ഭർത്താവ് വന്ന് ബഹ്റിനിലാണ് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഫോൺ ചെയ്തു, നിന്റെ ഭാര്യ മിന്ന് ഊരി സ്വർണവുമെല്ലാം ഊരി പോയി മലന്ന് മുങ്ങി എന്ന് പറഞ്ഞു. ഉടനെ ഭർത്താവ് 4-ാമത്തെ ദിവസം ആ ഭർത്താവ് അവിടുന്ന് ബഹ്റിനിൽ നിന്ന് വന്നു. 4-ാമത്തെ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു റിവാൾവർ മേടിച്ചു. റിവാൾവർ മേടിച്ചിട്ട് 4-ാമത്തെ ദിവസം രാവിലെ തിരുവല്ലായിൽ വന്ന് അവരുടെ വീട്ടിൽ വന്ന് കതവ് മുട്ടി. രാവിലെ വന്ന് കതവ് തുറന്നപ്പോൾ ഭർത്താവ് നിൽക്കുകയാണ്. ഉടനെ ബെഡ്റൂമിൽ വലിച്ചുകൊണ്ട് പോയി പറഞ്ഞു, നിന്റെ മിന്നുമാലയും ഞാൻ കെട്ടിയ മിന്നുമാലയും എന്റെ ആഭരണം ഇവിടെ, നീ സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചു. അതേ അച്ഛാ, ഞാൻ സ്നാനപ്പെട്ടു. ഉടനെ പറഞ്ഞു, നിന്നെ വെടിവെച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ചാകാൻ പോവുകയാണ്. നിന്നെ ഇപ്പോൾ വെടിവെക്കാനായിട്ടാണ് ഞാൻ റിവാൾവർ വന്നത്. ഉടനെ ആ സഹോദരി പറഞ്ഞു, അച്ചായ, എന്നെ വെടിവെച്ചു കൊന്നു, സാരമില്ല. അച്ചായൻ തന്നെ വെടിവെക്കുന്നതിന് മുൻപേ മുട്ടുകുത്തി യേശുവിന് വേണ്ടി തന്റെ ഹൃദയം കൊടുത്തേച്ചേ വെടിവെക്കാവൂ. കാരണം എന്റെ അച്ചായനെ ഞാൻ സ്വർഗത്തിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഉടനെ പറഞ്ഞു, ഇപ്പൊ എന്നോട് പ്രസംഗിക്കാനുള്ള സമയമല്ല. ഞാൻ നിന്നോട് സത്യം പറയുകയാണ്, ഞാൻ നിന്നെ വെടിവെക്കാൻ വന്നതാണ്. ഞാൻ ഒരു സാധനങ്ങളും കൊണ്ടുവന്നിട്ടില്ല, ഈ റിവാൾവർ മാത്രമേ ഉള്ളൂ. ഉടനെ അവൾ വീണ്ടും പറഞ്ഞു, എന്നെ വെടിവെച്ച് ഒന്നാട്ട് വെടിവെക്കുന്നതിന് മുൻപേ, അച്ചായൻ തന്നെ വെടിവെക്കുന്നതിന് മുൻപേ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പുള്ളിക്കാരന്റെ കൈ അങ്ങനെ അങ്ങ് താണു. 3-ാമത്തെ ദിവസം അന്ന് ഞാൻ തിരുവല്ലയ്ക്ക് അടുത്തുള്ള ഒരു പട്ടണത്തിൽ, ആ സ്ഥലത്തിന്റെ പേര് ചാത്തങ്കരി, എന്റെ ഭാര്യയെ പറഞ്ഞു, ചാത്തങ്കരിയിൽ ഞാൻ യോഗ നടത്തിക്കൊണ്ടിരിക്കുക. 3-ാമത്തെ ദിവസം ആ ഭർത്താവ് ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്നു. എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യയെ സ്നാനപ്പെടുത്തിയ അതേ കരത്തിൽ എന്നെയും സ്നാനപ്പെടുത്തണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ്? ഉടനെ പറഞ്ഞു, ഞാൻ ഇവളെ വെടിവെക്കാനായിട്ട് ഇവിടെ നെഞ്ചത്തിങ്ങനെ കണ്ണു വെച്ചപ്പോൾ അവൾ പറഞ്ഞത്, എന്നെ വെടിവെച്ച് കൊന്നു, എന്നാൽ അച്ചായൻ മരിക്കുന്നതിന് മുൻപ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അപ്പോൾ വാസ്തവമായി ഇവൾ എന്നെ സ്നേഹിക്കുന്നെന്ന് മനസ്സിലായി. എനിക്കും ഈ യേശുവിനെ ഞാൻ തന്നെ 3-ാമത്തെ ദിവസം ചാത്തങ്കരിയിൽ അദ്ദേഹത്തെയും സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇത് കേരളത്തിൽ തിരുവല്ലായിൽ നടന്ന കാര്യമാണ്. അതുപോലെ വടക്കേ ഇന്ത്യയിൽ എത്ര പേര് ഉപദ്രവങ്ങൾ സഹിക്കുന്നു.
ഞങ്ങളുടെ സഭകളിൽ വന്നാൽ ആഭരണം ഊരിയത് നിമിത്തം തീയാൽ വെന്തവർ വരെയുണ്ട്. എന്നാൽ അപ്പുറകെ അവരുടെ ഭർത്താക്കന്മാർ പോലും രക്ഷിക്കപ്പെട്ടു വരുന്നു. ഹൈദരാബാദിലാണെങ്കിൽ ഒരു സഹോദരി ബ്രാഹ്മണ കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെട്ടപ്പോൾ അവർ റെയിൽവേ ജോലിക്കാരനാണ്, റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ്. അവളുടെ അപ്പനും അമ്മയും പറഞ്ഞു ഇവളെ കൊന്നേക്കാൻ ഭർത്താവിന് ഓർഡർ കൊടുത്തു. ഭർത്താവിന് ഇവൾ നമ്മുടെ ബ്രാഹ്മണ കുടുംബത്തിന് പ്രയാസമായി തീർന്നു, അതുകൊണ്ട് ഇവളെ കൊന്നേക്ക്, എങ്ങനെയെങ്കിലും കൊന്നേക്ക്. അപ്പോൾ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ചെല്ലപ്പോൾ വയ്യാറായി ചെന്നപ്പോൾ ഒരു വലിയ കെയിൻ നിറച്ച് മണ്ണെണ്ണ ആ ഭർത്താവ് എടുത്തു വെച്ചിരിക്കുക. അവൾ വീട്ടിലോട്ട് വന്ന് കയറി കുഞ്ഞിനെ അങ്ങോട്ട് താത്തു വെച്ചപ്പോൾ അവളെ പിടിച്ചു നിർത്തി അവിടെ തല മുഴുവനും മണ്ണെണ്ണ അങ്ങ് ഒഴിച്ചു. മണ്ണെണ്ണ ഒഴിച്ചിട്ട് മാച്ചസ് തീപ്പെട്ടി തടാനായിട്ട് പോയപ്പോഴത്തേക്ക് പ്രിയ സഹോദരി ഇറങ്ങി ഓടി. രാത്രിയായപ്പോൾ ഞങ്ങളുടെ എൻ്റെ അടുക്കൽ വന്നപ്പോൾ മുഴുവൻ മണ്ണെണ്ണ നാറുക. അപ്പോൾ പറഞ്ഞു തല മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ചതാണ്. പ്രിയമുള്ളവരെ, ആ സഹോദരി 1-2 മാസം അടികളൊക്കെ ഏറ്റു. അതിനുശേഷം അവരും സ്നാനപ്പെട്ട് കർത്താവിന്റെ പിന്നാലെ വരുവാനിടയായി. ഞാൻ പറഞ്ഞത്, കർത്താവിന് വേണ്ടി നിങ്ങൾ വേർപാടിന്റെ വില കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എത്ര കേസാണ് എനിക്ക് പറയുവാനുള്ളത്. 1 അല്ല 10 അല്ല, എത്രയോ. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ വന്നാൽ ഞങ്ങളുടെ അവിടെ ആരെങ്കിലും സ്നാനപ്പെടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരോടും ആഭരണം ഊരാൻ പറയുകയില്ല. അവർ നേരത്തെ ആഭരണം ഊരിയേച്ച് ഞങ്ങളോട് പറയാം ഞങ്ങളോട് സ്നാനപ്പെടണം, നിങ്ങൾ ഇപ്പോൾ സ്നാനപ്പെടണം, ഞങ്ങൾ അവിടെ പുറകെ പോവുകയില്ല. കാരണം അവരെ പഠിപ്പിക്കും പൂർണ്ണമായി. ആർക്കെങ്കിലും ആഭരണം ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, പ്രിയ സഹോദരി കുറച്ചുകൂടെ ആഭരണം വാങ്ങി ധരിച്ചു. ഞങ്ങളുടെ ആരാധനയ്ക്ക് വരുമ്പോൾ ആഭരണം ധരിച്ച അനേകരെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആഭരണം ധരിച്ചവരെ ഞങ്ങൾ അവരുടെ ആഭരണം നോക്കി അവരോട് പ്രസംഗിക്കുകയില്ല. അവരെ സ്നേഹത്തോടുകൂടെ അവരോട് വചനം ശുശ്രൂഷിക്കും. കത്രിമേശ കൊടുക്കുമ്പോൾ മാത്രം ഞാൻ അവരോട് പറയും, പ്രിയ സഹോദരിമാരെ സഹോദരന്മാരെ, ആഭരണം ധരിച്ചവര് ദയവ് ചെയ്ത് പുറവിൽ പോയാട്ട്. നിങ്ങൾ സ്നാനപ്പെട്ടതിന്റെ ശേഷം മാത്രം കർത്താവിന്റെ തിരുശരീരത്തിൽ ഭാഗവാക്കായാൽ മതി. കാരണം നിങ്ങളുടെ ശരീരങ്ങളെ വിവേചിക്കാതിരുന്നാൽ നിങ്ങൾക്കത് പാപത്തിന് ശിക്ഷയ്ക്ക് കാരണമാവും. അപ്പോൾ തിരുവത്താഴത്തിന്റെ ശുശ്രൂഷ നടക്കുമ്പോൾ ആഭരണം ധരിച്ച പ്രിയ സഹോദരന്മാരും സഹോദരിമാരും പുറകിൽ മാറി നിൽക്കും. ആഭരണം ഉപേക്ഷിച്ച പൂർണ്ണമായി തങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിച്ചവർ മാത്രം മുൻപിൽ വന്ന് കത്രിമേശയിൽ പങ്കെടുക്കും. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ എഴുന്നേറ്റ് സ്നേഹചുംബനം കൊടുക്കുമ്പോൾ ഞങ്ങൾ ആദ്യം പോയി ഞാൻ പറഞ്ഞ വിശ്വാസികൾ പുറകിൽ നിൽക്കുന്ന സഹോദരി സഹോദരന്മാരോട് സ്നേഹത്തോട് അവർക്ക് സ്നേഹചുംബനം കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ സഭകളിൽ ആഭരണം ധരിച്ചു വരുന്നവർക്കെതിരായി വേണ്ട ഈ സഹോദരി ആഭരണം ധരിച്ചിരിക്കുന്നു, ആഭരണം ധരിക്കും, അങ്ങനെയല്ല. ക്രിസ്തുവിന്റെ സ്നേഹമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവരെ കുഞ്ഞുങ്ങളെ പോലെയാണ് കരുതുന്നത്. അവരുടെ എല്ലാ പ്രയാസങ്ങളിലും അവർക്ക് അങ്ങനെ കരുതി കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് ആ സ്നേഹം കണ്ടു കഴിയുമ്പോൾ അവർക്ക് ആ ആഭരണത്തോടുള്ളതായ അവരുടെ ആഗ്രഹമെല്ലാം മാറി അവർ പിന്നാണ് അവരെ സ്നാനപ്പെടുത്തുന്നത്. അവർ പറയും, കണ്ടോ ഞാനെല്ലാം ഊരി, ഇനി എന്നെ സ്നാനപ്പെടുത്തിയാൽ എന്താണ്, പിന്നെ ഞാൻ കുറച്ചുകൂടെ വല്ലതും ആഗ്രഹമുണ്ടെങ്കിൽ, കാരണം അതെല്ലാം നടത്തുക. ആകയാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ തിരുസഭയെ നാം ലോകത്തിൽ വേർപെട്ടവരായിരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് സ്നാനപ്പെടുന്നതിന് മുൻപേ നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആഭരണത്തോടുള്ള ആഗ്രഹം മുഴുവനും മാറ്റിയെങ്കിലേ ചത്തു എന്നുള്ളത് മനസ്സിലാകുകയുള്ളൂ, മരിച്ചു എന്ന് മനസ്സിലാകുകയുള്ളൂ. ആഭരണത്തിന് കുറച്ച് ആഗ്രഹം പുറത്ത് കിടക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായി മരിച്ചിട്ടില്ല, ബോധം കെട്ട് കിടക്കുക. എന്നാൽ പൂർണ്ണമായി മരിക്കുമ്പോൾ ആഭരണത്തെക്കുറിച്ചുള്ള ആഗ്രഹം അങ്ങ് മാറും. എന്റെ യേശു അവന്റെ ശരീരം മുഴുവനും എനിക്ക് വേണ്ടി നൽകിയിരിക്കുമ്പോൾ, അവന്റെ മുഖത്ത് തുപ്പൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ എന്റെ ശരീരത്തിൽ ആഭരണം ധരിച്ചുകൊണ്ട് എന്നെ തന്നെ സുന്ദരനാക്കി നടത്തുവാൻ കഴിയും? എന്റെ യേശുവിന്റെ മുഖത്ത് തുപ്പൽ കിടക്കുന്നു. എന്റെ യേശുവിന്റെ മുഖം അടിച്ച് അത് വീർത്തിരിക്കുകയാണ്, തിരിച്ചറിയുവാൻ പോലും കഴിയുകയില്ല. എന്റെ യേശുവിന്റെ പുറം അടിച്ചുഴവ് ചാലുകളെ പോലെ കീറിയിരിക്കുകയാണ്. എന്റെ യേശുവിന്റെ ശരീരം മുഴുവനും അടിച്ച് തൊലി ഉരിച്ചിട്ടിരിക്കുമ്പോൾ പാപിയായ ഞാൻ എങ്ങനെ ആഭരണം ധരിച്ച് എന്റെ യേശുവിനെ ദുഃഖിപ്പിക്കാനിടയാകും? ഇത് അമേരിക്കയിലാണ്. ഞാൻ അമേരിക്കയിൽ ഇതേ വർഷം അമേരിക്കയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ എത്ര പേര് ആഭരണം ഊരിയിട്ടുണ്ട്, എത്ര പേർ കരഞ്ഞുകൊണ്ട്
ഒരു പ്രാവശ്യം ഒരു സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ വന്ന് ആഭരണം ഊരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ ഒരു ബെഞ്ച് വെച്ച് എല്ലാവരും വേറെ വേറെ വെച്ചോണ്ടും, കാരണം ബഹളം ഉണ്ടാക്കരുത്, അവർ തിരിച്ചു പോകുമ്പോൾ ആഭരണം എടുത്തുകൊണ്ട് പോയിക്കോണം, കാരണം അവിടെ പിന്നെ ആഭരണം മറ്റൊരു കൊണ്ടുപോയി വരാതെ. അതുപോലെ നിങ്ങൾ വിചാരിക്കരുത് അമേരിക്കയിൽ എല്ലാവരും ആഭരണം ധരിക്കുക. നിങ്ങൾ അമേരിക്ക വെള്ളക്കാരുടെ സഭകളിൽ ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്, അവർക്ക് ക്യാമ്പ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അവരാഴമായി അവർ പറയുന്നത്, സഹോദരാ നീ കുറച്ചുകൂടെ മുൻപേ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അമേരിക്കക്കാർ ധരിക്കുന്നു, അമേരിക്കക്കാരായാലും ഇന്ത്യക്കാരായാലും ജമ്മു കാശ്മീരായാലും എവിടായാലും നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നാം സമർപ്പിച്ചേ മതിയാകും. അതുകൊണ്ട് സ്നാനപ്പെടാൻ ഒരുങ്ങുന്നവർ ആദ്യമേ ക്രിസ്തുവിനെ ധരിക്കേണ്ടതിന് ആഭരണത്തോടുള്ള ആഗ്രഹം മാറിയ ശേഷം മാത്രം സ്നാനപ്പെട്ടാൽ മതി. ക്രിസ്തുവിനെ ധരിക്കുക, എന്റെ യേശുവിനെ ധരിക്കുക. ഹല്ലേലൂയ. അതിന് കാരണമായി ഞങ്ങളുടെ അവിടെ വടക്കേ ഇന്ത്യയിൽ എത്ര സഹോദരിമാർ അടികൊള്ളുന്നുണ്ട് ആഭരണമൂരിയതുകൊണ്ട് എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കേരളത്തിൽ നടന്നൊരു സംഭവം കൂടെ പറയാം. അപ്പോൾ നിങ്ങൾക്കത് കേരളത്തിൽ തിരുവല്ലായിൽ കുമ്പനാടിന്റെ ഭാഗത്ത് ഇരവിവേരൂരിൽ നടന്ന സംഭവമാണ്. അവിടെ ഒരു സഹോദരി ലില്ലിക്കുട്ടി എന്ന് പറയുന്ന സഹോദരി, പുള്ളിക്കാരത്തി അവിടുത്തെ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് അന്ന് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ കളക്ടറായിരുന്നു. പുള്ളിക്കാരത്തിയുടെ ആങ്ങളയായിരുന്നു A.V. വർഗീസ് എന്ന് പറഞ്ഞ് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു അദ്ദേഹത്തിന്റെ ആ സഹോദരിയുടെ ആങ്ങള. ആ ലില്ലിക്കുട്ടി സഹോദരി രക്ഷിക്കപ്പെട്ടു. ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു, വെളുത്തുന്ന വണ്ണമുള്ള ഒരു സഹോദരിയായിരുന്നു. എനിക്ക് 3 മക്കളുമുണ്ട്. അത് കഴിഞ്ഞ് സ്നാനപ്പെട്ടപ്പം മിന്നുമാലയും എല്ലാം ഊരി. അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ കളക്ടറാകുന്ന ഭർത്താവ് ഉള്ള പെട്ടിക്കകത്തുണ്ടെന്ന സാരി എല്ലാം വെളിയിൽ കൊണ്ടുവന്ന് തീയരിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഉടുത്തുകൊണ്ടിരുന്ന സാരി വലിച്ചു പറിച്ചു, അതും തീയിട്ടു. പുള്ളിക്കാരത്തെ കുനിച്ച് നിർത്തി ഒരുപാട് ഇടിച്ചപ്പോൾ സ്തോത്രം 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 എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവും പ്രാപിച്ചു. അപ്പൊ ഭർത്താവ് ഇടിച്ചുകൊണ്ടിരിക്കും, പുള്ളിക്കാരത്തി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? സ്തോത്രം 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 ഞങ്ങൾ ആത്മാവിനാൽ അങ്ങ് നിറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ നിറവ് പ്രാപിച്ചു. അത് കഴിഞ്ഞ ശേഷം കൈ ഇങ്ങനെ മറച്ചുകൊണ്ട് അവിടെ അവരുടെ പുരയിടത്തിന് അപ്പുറത്ത് ഒരു പാവപ്പെട്ട ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു, പാവപ്പെട്ടവൻ. അവിടെ ചെന്ന് അവരുടെ ഒരു സഹോദരിയുടെ സാരി മേടിച്ച് ഉടുത്തുകൊണ്ട് രാത്രിയിൽ എന്നെ കാണാൻ, ഞാൻ താമസിച്ച വീട്ടിൽ കുമ്മനാട് ഒരു ഭവനത്തിൽ ഞാൻ താമസിക്കുകയായിരുന്നു. അപ്പോൾ ചില സഹോദരിമാർ വന്നു. അപ്പോൾ കുനിച്ചു നിർത്തി കാണിച്ചു, ഭർത്താവ് ഇട്ടിച്ച നീരെല്ലാം ഉണ്ട്. ഉടനെ ഞാൻ പറഞ്ഞു എങ്ങനെയാ? പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് സ്നാനപ്പെട്ടു, ഇന്ന് ഇടി കിട്ടിയതോട് പരിശുദ്ധാത്മാവും പ്രാപിച്ചു. സഹോദരി കണ്ണുനീരോട് പറയാൻ, ഇടി കിട്ടിയപ്പോൾ ഭർത്താവ് ഇടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സ്തോത്രം പറഞ്ഞ് ഞാൻ 5 വർഷം പറഞ്ഞു. പുള്ളിക്കാട്ടി ഗ്രാജുവേറ്റ് ആണ്, വലിയ കുടുംബത്തിലാണ്. തന്റെ സ്വന്തം സഹോദരനാണ് ട്രാവൻകൂർ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. തന്റെ ഭർത്താവ് ആലപ്പുഴത്തെ കളക്ടറായിരുന്നു നേരം. ഒടുവിൽ പുള്ളിക്കാരത്തെ വീട്ടിൽ നിന്ന് ഇറക്കി. ഒരു മകനുമായിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, സഹോദരി ആ എരുവിൽ അവിടെയെങ്കിലും വീട് വാടക എടുത്ത് അവിടെ താമസിക്കാൻ പറഞ്ഞു. എങ്ങും പോകരുത്, നിങ്ങളുടെ സ്വന്തം വീട്ടിൽ പോകരുത്, അവിടെ താമസിക്കുക. അപ്പോൾ പോലീസുകാരൊക്കെ വന്ന് അവരെ അവിടെ താമസിക്കാതിരുന്നു. ഏതായാലും ഇൻ ഷോർട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ അവർ വെളിയിൽ ആ എരവിപേരൂരിൽ തന്നെ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് ഒരു മകൻ കൂടെ ഉണ്ടായിരുന്നു, ഇളയ മകൻ കൂടെ ഉണ്ടായിരുന്നു, അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കർത്താവിന്റെ സാക്ഷിയായി. ആ പുള്ളിക്കാരൻ പറഞ്ഞു, ഈ ക്യാപ്റ്റനെ ഞങ്ങൾ കൊല്ലും. പുള്ളിക്കാരൻ വാണിംഗ് കൊടുത്തു. കളക്ടർ പറഞ്ഞു, ഈ ക്യാപ്റ്റനെ ഞാൻ കൊന്നത് തന്നെ, എന്റെ ഭാര്യയെ സ്നാനപ്പെടുത്തി ഇവനെ ഞാൻ കൊല്ലും എന്ന് ത്രിട്ടനിങ് കൊടുത്തു. ആ സഹോദരി പറഞ്ഞു, ക്യാപ്റ്റനെ നിങ്ങളെ കൊല്ലാൻ പുള്ളിക്കാരൻ പല പ്ലാൻ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, കർത്താവിന് സ്തോത്രം. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ തിരുവല്ലായിൽ മീറ്റിങ്ങിന് വരുമ്പോൾ, പാസ്റ്ററെ ഞാൻ തിരുവല്ലായി വരുമ്പോൾ ഞാൻ കാറുമായിട്ട് അവിടെ കാത്തു നിൽക്കും, എന്റെ കാറിൽ മാത്രമേ യാത്ര ചെയ്യാം. ഞാൻ വിചാരിച്ചു ഇങ്ങനെ അങ്ങ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഞാൻ തിരുവല്ലായി വന്നപ്പോൾ ഒരു നല്ല അംബാസഡർ പുതിയ കാർ, അതിൻ്റെ കൂടെ ഒരു ഡ്രൈവർ പറഞ്ഞു, എന്റെ ഭർത്താവ് പറഞ്ഞതാണ് നീ എവിടെ പോയാലും ഈ കാറിൽ മാത്രമേ പോകാവൂ. ഒരു സുഖമായി ആ ഭർത്താവ് രക്ഷയിലേക്ക് വന്നു.
നിനക്ക് എവിടെയും പോകാനൊരു ഡ്രൈവറെ ഞാൻ തന്നിരിക്കുന്നു. ഉടനെ AM ശ്യാമലു എപ്പോൾ വന്നാലും തിരുവല്ല സ്റ്റേഷനിൽ നിന്ന് നിന്റെ ഈ കാറിൽ വേണം അദ്ദേഹത്തെ കൊണ്ടുവരാൻ. അതുകൊണ്ട് അപ്പം ഞാൻ വന്നപ്പോൾ ഡ്രൈവർ ഒരുങ്ങി നിൽക്കുക. 2 വർഷത്തിന് മുൻപേ എന്നെ കൊല്ലാനായി കാത്തിരുന്ന പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി കാർ ഒരുക്കി. ഭാര്യ ഞാൻ പറഞ്ഞു, സഹോദരി, ഞാൻ കാറിൽ അല്പം ചെയ്ത് എനിക്ക് വേറെ അടുത്ത് പോകണം. അവരുടെ വീട്ടിൽ ഞാൻ പോയില്ല, എനിക്ക് സമയം കിട്ടിയില്ല, കാരണം വളരെ ധൃതിയായിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. ഞാൻ പറഞ്ഞത്, ആ സഹോദരി 2 വർഷത്തോളം വെളിയിൽ പാർത്തുവെങ്കിലും ഹല്ലേലൂയ ഇന്ന് കുടുംബമായി സന്തോഷമായി പാർത്തുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ പോകുന്നു. ഞാൻ അവരെ കണ്ടിട്ട് കുറച്ചേറെ വർഷങ്ങളായിപ്പോൾ. ഞാൻ പറഞ്ഞത്, വചനത്തിനനുസരിച്ച് നിങ്ങൾ മുൻപോട്ട് പോയാൽ ഹല്ലേലൂയ നിങ്ങൾ ഭർത്താവിന് സൗമ്യതയുള്ള ആഭരണം ധരിച്ചുകൊണ്ട് അവർക്ക് കീഴ്പ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല സാക്ഷിയായി തീരുവാനിടയാകും. ആകയാൽ ദൈവജനമേ, നാം വേർപെട്ട ജനമാണ്. അതുകൊണ്ട് കർത്താവ് എന്താ പറയുന്നത്? അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കും, ഞാൻ നിങ്ങളുടെ മധ്യേ നടക്കും. നമുക്ക് മനസ്സിലാകണം, നമ്മ രാജകീയ പുരോഹിത വർഗമാണ്, നാം ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഒരു സഹോദരി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ദൂരവേ കണ്ടാൽ മനസ്സിലാകണം ഒരു വിശ്വാസിയാണ്. ഒരു സഹോദരൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴോ ഒരു വിശ്വാസി നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ദേശത്തിന് സാക്ഷികളാകണം. അല്ലാതെ ദൈവത്തിന് പുറമേ ഉള്ളതും വേണം, അകമയുള്ളതും വേണം. ഇസ്രായേൽ മക്കൾക്കാണെങ്കിൽ അവരെപ്രകാരം വസ്ത്രം ധരിക്കണം എന്നുള്ളത് വരെ ദൈവം അവർക്ക് കൽപ്പന കൊടുത്തിരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ മണവാട്ടിയായി ഒരുക്കപ്പെടുന്ന ദൈവജനമേ, സ്നാനപ്പെടുന്നതിന് മുൻപേ ആഭരണത്തോടുള്ള ആഗ്രഹങ്ങളെല്ലാം മാറ്റി, അതെല്ലാം മാറ്റിവെച്ചതിന് ശേഷം മാത്രം സ്നാനപ്പെട്ടാൽ മതി. അതിനു മുൻപ് സ്നാനപ്പെടരുത്. എന്നാൽ മാത്രമേ യഥാർത്ഥ വെള്ളിയാകുന്ന യേശുവിന്റെ രക്തവും വിലയേറിയ വിശ്വാസം. എൻ്റെ ഭാര്യ ഇവിടെ ഇരിക്കുന്നു. ഞാൻ വളരെ ഭയത്തോടെ വിറയലോട് പറയുകയാണ്, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ട്. ഇന്ന് വരെ ഞങ്ങൾക്ക് അനേക രോഗങ്ങൾ വന്നിട്ടുണ്ട്. ടൈഫോയിഡ് വന്നിട്ടുണ്ട്, എത്ര രോഗങ്ങൾ വന്നു. എൻ്റെ ഭാര്യ കഴിഞ്ഞ 2 മാസം മുമ്പ് ഭയങ്കര രോഗമായിരുന്നു, എത്ര രോഗമായിരുന്നു. എന്നാൽ കർത്താവ് തന്ന പൊന്ന്, വിശ്വാസത്തിന്റെ പൊന്നുള്ളതുകൊണ്ട് ഇന്ന് വരെ എനിക്കോ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ ഒരു ചെറിയ ടാബ്ലറ്റ് പോലും മേടിക്കുവാനിട വന്നിട്ടില്ല. രോഗങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട്, മരണത്തോളമായിട്ടുണ്ട്, എത്ര പ്രാവശ്യം മരണത്തോളമായി. എന്നാൽ ആ വിശ്വാസമാകുന്ന പൊന്ന് കർത്താവ് തന്നിരിക്കുന്നതിനാൽ ഡോക്ടറുടെയൊക്കെ പോകാൻ മനസ്സ് വരുന്നില്ല. ആ വിലയേറിയ വിശ്വാസമാകുന്ന പൊന്ന്. അതുപോലെ ഞങ്ങൾ എത്ര സ്ഥലത്ത് യോഗങ്ങൾ നടത്തുന്നു. ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല, വടക്കേ ഇന്ത്യയിൽ, ജമ്മു കാശ്മീരിൽ, നേപ്പാളിൽ, ഫിലിപ്പീൻസിൽ, ചൈനയിൽ, അങ്ങനെ വളരെ സ്ഥലങ്ങളിൽ യോഗങ്ങൾ നടക്കുന്നു. എന്നാൽ ഇന്ന് വരെയും ഭൗതിക ആവശ്യങ്ങൾ വേണമെന്ന് ഒരിടത്തും ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. നേരെയോ ഡയറക്റ്റായിട്ടോ അല്ലാതെയും പറഞ്ഞിട്ടില്ല. ഒരു യോഗങ്ങളിൽ ഞങ്ങൾ സ്തോത്രാഴ്ച എടുക്കുകയില്ല, വടക്കേ ഇന്ത്യയിലില്ല. അതുപോലെ ഞങ്ങൾ അവിടെ ദശാംശം പ്രസംഗിക്കുന്നില്ല. ഞങ്ങൾ പറയുന്ന പൂർണ്ണമായി കർത്താവിന് തങ്ങളെ തന്നെ കൊടുക്കണം. ദശാംശം പ്രസംഗിക്കുന്നില്ല. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇന്നു വരെ സ്വർഗസ്ഥനായ പിതാവ് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൂടെ വന്നുള്ള ടീമിൻ്റെ അംഗങ്ങളോട് നിങ്ങൾ ചോദിച്ചാൽ പറയും, ഞങ്ങൾ ഒരിക്കലും ആഹാരത്തിന് വേണ്ടിയോ വാടകയ്ക്ക് വേണ്ടിയോ യാത്രക്കൂലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചാൽ, മലയാളി സഹോദരന്മാരുണ്ട്, അവരോട് ചോദിച്ചാൽ ഒരിക്കലും എന്താണ് ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങൾക്ക് തരും, അത് തരുന്നത് മതി എന്നുള്ള വിശ്വാസം. ആ വിലയേറിയ വിശ്വാസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലോകത്തിലെ താൽക്കാലികമായ പൊന്നൊക്കെ എടുത്ത് മാറ്റി, വെള്ളിയൊക്കെ മാറ്റിയാൽ യേശുവിന്റെ രക്തം. എന്നെ എത്ര പേര് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്ര പേര്. 20 പേരിലാണെങ്കിൽ എൻ്റെ ഒരു കൈക്ക് 2 ലക്ഷമാണ് പറഞ്ഞിരുന്നത്, കാലിന് 4 ലക്ഷം. 20 പേരിൽ അവർ അനൗൺസ് ചെയ്ത് നിങ്ങളെല്ലാം കൂടി AM ശ്യാമിന്റെ കൈ കൊണ്ടിറങ്ങി 2 ലക്ഷം, കാലുകൊണ്ടിറങ്ങി 4 ലക്ഷം. എനിക്ക് എൻ്റെ കൈയും കാലും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. കേരളത്തിൽ ജമ്മു കാശ്മീരിൽ എൻ്റെ തലയ്ക്ക് 15 ലക്ഷമാണ് വെച്ചിരിക്കുന്നത്.
എത്ര വർഷം? 15 ലക്ഷം. എം ശ്യാമിന്റെ തല കൊണ്ടുവന്നൊരു 15 ലക്ഷമാണ് മുസ്ലിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കൃപയാൽ ഇന്ന് വരെ ആരും കൊണ്ടുപോയില്ല. കർത്താവിന് സ്തോത്രം. കർത്താവ് ഇന്നും നടത്തുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ഇന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുകയും, യഥാർത്ഥ പൊന്നു വേണോ, യഥാർത്ഥ വെള്ളി വേണോ, ക്രിസ്തുവാകുന്ന യഥാർത്ഥ വസ്ത്രം വേണമോ, അതോ ഈ ലോകത്തിൻ്റെതായത് മതിയോ? ആകയാൽ സ്നാനത്തിന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ നാം ദൈവത്തിന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ പോകുകയാണ്, ദൈവത്തിന്റെ ഭവനക്കാരാകുകയാണ്. അപ്പോൾ വചനത്തിന് വിരുദ്ധമായതൊന്നും കാണരുത്. ഹല്ലേലൂയ. വചനത്തിന് വിരുദ്ധമായതൊന്നും കാണരുത്. ദൈവത്തിന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപേ പൂർണ്ണമായി സ്നാനപ്പെട്ട് അവനെ ധരിച്ചുകൊണ്ട് വേർപെട്ടവരായി ദൈവത്തിന്റെ ജനമായി അവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആനന്ദത്താലും സന്തോഷത്താലും നിറയുവാനിടയാകും. ആയാൽ പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഉപദേശത്തിനനുസരിച്ച് ഹല്ലേലൂയ, തോന്നുന്നത് പോലെയല്ല, ഉപദേശം, ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശം മനസ്സിലാക്കി നാം മുൻപോട്ട് പോകണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. സ്നാനപ്പെട്ട് ക്രിസ്തുവിനെ ധരിക്കുകയാണ്. സ്നാനപ്പെട്ട് ഈ ലോകത്തിലുള്ള ഒരുമായിട്ടുള്ള വേർപാട് പാലിക്കുകയാണ്. ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നുമില്ല. സ്തോത്രം. വേർപെട്ട കൂട്ടത്തെക്കുറിച്ച് പറയുന്നത്, ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം, ഹല്ലേലൂയ, ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നുമില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മളെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി അർപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നിങ്ങളിൽ ആരെങ്കിലും സ്നാനപ്പെടാതിരിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ വചനപ്രകാരം സ്നാനപ്പെടുവാനായി നിങ്ങൾ തീരുമാനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ശരീരം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.